എന്താണ് സ്വർണ്ണവജ അല്ലേ? നമുക്കറിയാം പണ്ട് കാലത്ത് ഒരു കുഞ്ഞ് ജനിച്ചാൽ ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം ആവുന്ന ആ ഒരു സമയത്ത് വീട്ടിലെ മുതിർന്ന ആൾക്കാർ സ്വർണം ചെറുതായിട്ടൊരു കല്ലിൽ ഉരച്ച് നെയ്യിലോ തേനിലോ കലർത്തി നാക്കിൽ പുരട്ടി കൊടുക്കാറുണ്ട് സ്ഥിരമായിട്ട്. അപ്പോൾ ഇത് ഒരു കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ പൈതൃകത്തിൽ നിലനിന്നിരുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഇത് അധികം ആരും ചെയ്യുന്നില്ല എന്നുള്ള സത്യവും ഒരു സൈഡിലുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ഒരു രോഗപ്രതിരോധ ശേഷി കൊടുക്കുന്ന, ബുദ്ധിയെ ഉണർത്തുന്ന ഒരു ഔഷധമാണ് സ്വർണ്ണവജ എന്ന് പറയുന്നത്. വജ എന്ന് പറയുന്നത് വയമ്പിനെയാണ് വജ എന്ന് പറയുന്നത്. അപ്പം വയമ്പിൽ സ്വർണത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് സ്വർണ്ണവജ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികളിൽ രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാനും തലച്ചോറിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ബുദ്ധി വികാസത്തിനും ഇത് സഹായിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ഗുണം. അതുപോലെ തന്നെ സ്വർണത്തിന് ഞരമ്പുകളെയെല്ലാം ശക്തിപ്പെടുത്താനുള്ള കഴിവുമുണ്ട്. കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ആരോഗ്യം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യവും ഈ സ്വർണ്ണവജ ഒരുക്കും എന്നുള്ളതാണ്. അപ്പോൾ 3 മാസം മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ് സ്വർണ്ണവജ. ഇതാണ് സ്വർണ്ണവജ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ഒരു സമയം നമ്മൾ 2 തുള്ളി അല്ലെങ്കിൽ 3 തുള്ളി നെയ്യ് ഒരു ചെറിയ പരന്ന കല്ലിൽ വച്ച ശേഷം ഇതിനെ ഇങ്ങനെ 3 റൗണ്ട് ഒരു രൂപ കോയിനിൻ്റെ സൈസിലുള്ള 3 റൗണ്ട് മാത്രമാണ് വരയ്ക്കുന്നത്. ആദ്യം ഒരു 3-6 മാസമൊക്കെ ഉള്ള കുട്ടികൾക്ക് 3 റൗണ്ടാണ്. അപ്പോൾ അടുത്ത് 1 വയസ്സൊക്കെ ആയ കുട്ടികൾക്ക് 6 പ്രാവശ്യം ഇങ്ങനെ 6 റൗണ്ട് വരയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ 12, അങ്ങനെ പ്രായമനുസരിച്ച് കൂടുതൽ അളവിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം. ഇത് വളരെ ഫലവത്തായിട്ടുള്ള നമ്മുടെ ഒരു പാരമ്പര്യ ആയുർവേദ ഔഷധമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവർ ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.